ഹലോ ഇസി സിനിക് ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ലിറ്റിൽ ഹേർട്സ് എന്ന് പറഞ്ഞ സിനിമയുടെ ഒഫീഷ്യൽ ട്രെയിലർ ഇറങ്ങിയിട്ടുണ്ട്. ചെറിയ ഹൃദയം. അപ്പോൾ ഇന്നത്തെ ഷൈൻ നിഗം, ബാബുരാജ്, ഷൈൻ ടോം ചാക്കോ, മഹിമ നമ്പ്യാർ, ജാഫർ ഇടുക്കി ഇതൊക്കെയാണ് ലീഡ് റോൾ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ളത്. അപ്പം പടം എഴുതിയിരിക്കുന്നത് ഡയറക്ഷൻ ചെയ്തത് ആന്റോ ജോസ് പെരേര. ടെൻഷനായിപ്പോയി ഞാൻ ആദ്യം പെരേര എന്നുള്ള പേര് കണ്ടപ്പോൾ. സാന്ദ്ര തോമസ് ആണ് പ്രൊഡക്ഷൻ. വിൽസൺ തോമസ് ഉണ്ട്. പിന്നെ രാജേഷ് പിന്നാടൻ പൈനാടൻ പടം എഴുതിയേക്കുന്നത് രാജേഷ് പൈനാടൻ. അപ്പം അധികം വലിച്ചു നീട്ടലുകളില്ലാതെ പടത്തിന്റെ ട്രെയിലർ അങ്ങ് കണ്ടു കളയാം. നിനക്കെന്നാടാ ഒരു വശപ്പശ? മൊത്തത്തിൽ 3 പ്രശ്നമുണ്ട്. 3 പ്രശ്നം? ആദ്യത്തെ ആ വലിയ കുഴപ്പമില്ല, ആണല്ലേ? സെറ്റായിക്കോളും. പാപ്പൻ എന്ന് പറയുന്നൊരു പരനാറിയുണ്ട്, അയാൾ എല്ലാ പ്രശ്നത്തിനും കാരണം. ചേട്ടാ 260 3 വർഷം മിസ്റ്റർ പുഷ്പകണ്ഠ ഈ മസിലൊക്കെ ഉള്ളൂ, തലയ്ക്ക് വെളിവില്ലാത്തവനാ. എന്റെ കയ്യിൽ നിന്ന് കൊണ്ടാലുണ്ടല്ലോ ഈ പറയുന്ന പാപ്പൻ ഫ്ലാറ്റാ. നമുക്ക് അവരുടെ കല്യാണം കൂടെ നടത്തി കൊടുത്താലോ? ആരാ എന്നെ ഉണ്ടാക്കണ നീ പാപ്പം കാണിച്ചിടാ. പക്ഷെ രണ്ടാമത്തെ പ്രശ്നം ഇതെന്നാ ഐഡിയാടാ? ശോശി, നീ ഈ പരീക്ഷണ ജീവിതം അവസാനിപ്പിച്ചിട്ട് എന്തെങ്കിലും ബുദ്ധിപൂർവ്വം ചെയ്യും. കാര്യം നിനക്ക് ഇച്ചിരി ബുദ്ധിയുടെ കുറവുണ്ടെന്ന് എനിക്ക് അറിയാമെങ്കിലും നീ എന്നോടൊരു ഐഡിയ ചോദിക്കാതെ ഞാൻ എങ്ങനെ എന്നോടൊരു ഐഡിയ പറയും? സൂപ്പർ സൂപ്പർ അല്ലേ? അപ്പോ 3ാമത്തെ പ്രശ്നം ഇതിന്റെ യഥാർത്ഥ സ്വഭാവം ഉണ്ടല്ലോ, നമുക്ക് പിടികിട്ടുകയില്ല. എന്തോ ഒരു കുഴപ്പമുണ്ട് കേട്ടോ. കൊച്ചിനെ ലാൻഡ് ചെയ്ച്ചോ, ബാക്കിയൊക്കെ ഈ സിബി സിമ്പിളായിട്ട് ഡീൽ ചെയ്തോളാം. ഞാൻ ജനിച്ച നാടും കൊണ്ട് ഞാൻ ഈ നാട്ടിലെ എന്നെല്ലാം കാണിച്ചുകൊണ്ടിട്ടാണ് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ എന്നെ ആള് വന്നു. വെറുതെ മനുഷ്യനെ ടെൻഷനാക്കാതെ കാര്യം എന്താന്ന് പറഞ്ഞ ഞാൻ പറയാം, പക്ഷെ ആരോടും പറയരുത്. എന്റെ പൊന്നുമാണ് സത്യം, ഒരാളോട് ഞാൻ പറയില്ല. മൂന്നാമത്തെ പ്രശ്നം എന്നാന്ന് പറഞ്ഞിട്ടില്ല. കള്ളുകൂടിയൊക്കെയാണ് അത് കഴിഞ്ഞ് കാണിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ വിചാരിക്കും കള്ളുകൂടി ആയിരിക്കും, ചെറുപ്പം വരെ വിചാരിക്കും. അങ്ങനെയൊക്കെയാണല്ലോ ഒരു കഥാഗതി. രസമുണ്ട് കണ്ടിരിക്കാൻ. പിന്നെ ബാബുരാജ് ചേട്ടന്റെ കോമഡി സാധനങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു. പടം മൊത്തത്തിൽ ഒരു ഇടുക്കി ടച്ചൊക്കെ ഉണ്ട് പടത്തിന്. പടം കണ്ടപ്പോൾ എനിക്ക് ജോജു ഒക്കെ ഓർമ്മ വന്നു. ജോജു അതിൻ്റെ കുറച്ച് സീനുകളും കാര്യങ്ങളൊക്കെ ഇതിൻ്റെ അകത്ത് ഏകദേശം ഒരു മാനറിസമൊക്കെ കാണിച്ചിട്ടുണ്ട് നമ്മുടെ ബാബുരാജ് ചേട്ടൻ. ഷൈൻ ടോം ചാക്കോ, ഷൈൻ നിഗം ഒക്കെ നന്നായിട്ട് തന്നെ. ആരെപ്പറ്റി ഒന്നും പറയാനൊന്നുമില്ല. പടം കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും പടം എങ്ങനെ ഉണ്ടെന്ന്. അപ്പം പിന്നെ ട്രെയിലർ കൊള്ളാം അല്ലേ? അപ്പം പടം എന്നാ റിലീസ് ഒന്നും പറഞ്ഞിട്ടില്ല കേട്ടോ. ഡേറ്റിനെ പറ്റി ഒന്നും പ്രതിപാദിച്ചിട്ടില്ല ഇതിൽ. ഡേറ്റും കാര്യങ്ങളും ഒന്നും അങ്ങനെ പ്രതിപാദിച്ചിട്ടില്ല. അപ്പോൾ നമുക്ക് പടത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. ചിലപ്പോൾ ഒരു ട്രെയിലർ കൂടെ കാണുമായിരിക്കും. അപ്പം ബായ്.